ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പാസ്തയുടെ റെസിപ്പി നോക്കിയാലോ. ക്രീമി ആയിട്ടുള്ള ടൊമാറ്റോ ചിക്കൻ പാസ്തയുടെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ടൊമാറ്റോ പ്യൂരി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഗാർലിക് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ചേർത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് കുറച്ച് വറ്റിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇത്രയും വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഈ ഒരു ടൈം ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടൊക്കെ മാറി തണുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ നമുക്കിത് തുറന്ന് വെച്ചിട്ട് അതിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഒരു സെയിം പാനിൽ തന്നെ നമുക്ക് ഈ ഒരു ഓയിലേക്ക് തന്നെ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. ഏകദേശം 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗാർലിക് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ മിക്സാക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു സവാള ഉണ്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കുക. മൈദയുടെ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതും ഒന്ന് മൂത്ത് വരുന്നത് വരെ മിക്സ് ആക്കിയ ശേഷം നമുക്കിനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരച്ചെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 കപ്പ് ഫ്രഷ് ക്രീമും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നേരത്തെ ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കനും ചേർത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇത് നന്നായിട്ട് തിക്കായി വന്നപ്പോൾ ഞാനൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ടോട്ടൽ 2 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ മിക്സ് ആക്കി കൊടുക്കുക. നമുക്കിത് മൈദ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് തിക്കായി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് വേവിച്ചെടുത്തിട്ടുള്ള പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള പാസ്ത ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് വീണ്ടും മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഒറിഗാനോ, പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഒന്ന് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സ്ലൈസ് ചീസും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. ഈ ഒരു ചീസിന് പകരം മൊസറല്ല ചീസ് യൂസ് ചെയ്താലും മതി. എന്നിട്ട് നമുക്കിത് വീണ്ടും മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലത്തെ നല്ല അടിപൊളി റെസിപ്പീസായിട്ട് വീണ്ടും വരാം. താങ്ക്